ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ സ്ട്രക്ചർ അനാലിസിസിലെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്ന പോർഷന്റെ പാർട്ട് 2 വീഡിയോയിലേക്കാണ് കിടക്കുന്നത്. കഴിഞ്ഞ വീഡിയോ സെഷനിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അത് റിവൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെഷനിലേക്ക് കിടക്കാം. അതാണല്ലോ അതിന്റെ ഒരു രസം. നോക്കിയേ, ഫസ്റ്റ് കാര്യം നമ്മൾ പറഞ്ഞ എന്താണ്? ടൈപ്പ് ഓഫ് സപ്പോർട്ട് പറഞ്ഞു അല്ലെ? സോ നീട്ടി പോലെ ചെയ്തണ്ട. എന്താണ് ഫസ്റ്റ് പറഞ്ഞത് നമ്മള്? യെസ്, ഫസ്റ്റ് പോയിന്റ് ഡിസ്കഷൻ വാസ് ടൈപ്സ് ഓഫ് സപ്പോർട്ട് ഏതാന്ന് പറഞ്ഞു. നമ്മൾ ഏതൊക്കെയാ സപ്പോർട്ട് പറഞ്ഞത്? ഹിഞ്ച് സപ്പോർട്ട് 2 റിയാക്ഷൻ, റോളർ സപ്പോർട്ട് 1 റിയാക്ഷൻ, ഫിക്സ് സപ്പോർട്ട് എല്ലാ റിയാക്ഷനും അതായത് 3 റിയാക്ഷനും കാണപ്പെടും. നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ്. ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ്. ഇത് എഴുതണം, കാരണം എന്താണ്? ഫസ്റ്റ് വൺ ഏതായിരുന്നു? വെർട്ടിക്കൽ ലോഡ് ആയിരുന്നു. രണ്ടാമത്തെ ഏതായിരുന്നു? ഹൊറിസോണ്ടൽ ലോഡിംഗ് ആയിരുന്നു. മൂന്നാമത്തെ ലോഡിനെ ഞാൻ വീണ്ടും റിവൈസ് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യാണ്. അതിനെ ജനറൽ ലോഡ് എന്ന് പറയുന്നു. മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ഫിഗർ ബീം അല്ലെങ്കിൽ ട്രസ് അല്ലെങ്കിൽ ഫ്രെയിം വെറുതെ കാണിക്കുകയുള്ളൂ. അതിന്റെ മുകളിൽ എങ്ങനെയാണ് ലോഡ് എന്ന് അവർ കാണിക്കില്ല. അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് എ കേസ് ഓഫ് ജനറൽ ലോഡിംഗ് എന്നാണ്. മനസ്സിലാക്കേണ്ടത് ഇപ്പം ആ മെമ്പറിന്റെ മുകളിൽ ഉണ്ടാകുന്ന ലോഡ് ഏതാണ്? ഇറ്റ് ഈസ് എൻ ഇൻക്ലൈൻഡ് ലോഡ് എന്നാണ്. ഇപ്പം മെമ്പറിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ലോഡ് ഏതാകുന്നു? ഇൻക്ലൈൻഡ് ലോഡാണ്. ഇൻക്ലൈൻഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും റിസോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ സപ്പോർട്ടിൽ എല്ലാ ടൈപ്പ് റിയാക്ഷനും ഉണ്ടാവും, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്സ് ഓഫ് സപ്പോർട്ട് ആണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും. മൂന്നാമത്തെ കാര്യം പറഞ്ഞു നിർത്തിയത് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ്. ഒന്ന് 2 ഡയമെൻഷനൽ അനാലിസിസ് ആണ്, ഒന്ന് 3 ഡയമെൻഷനൽ അനാലിസിസ് ആണ്. 2 ഡയമെൻഷനൽ അനാലിസിസിൽ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് 3 ആണെന്നും 3 ഡയമെൻഷൻ അനാലിസിസിൽ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എത്രയാണ്? 6 ആണെന്നും പറഞ്ഞു നിർത്തിയ പോയിന്റ് ആണ് അല്ലെ? നമ്മുടെ മെമ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസ് എപ്പോഴും ഏതാണ്? 2 ഡയമെൻഷനൽ അനാലിസിസ് ആണ്. അത് RCC ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, സ്ട്രക്ചർ ആയിക്കോട്ടെ, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആയിക്കോട്ടെ, നമ്മുടെ ഡിസ്കഷൻ 2 ഡയമെൻഷനൽ അനാലിസിസ്. സോ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഏതൊക്കെയാണ്? വീണ്ടും അവിടെയാണ് നമ്മുടെ തുടക്കം. ഇന്നത്തെ തുടക്കം എവിടെയാണ്? യെസ്, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ്. യെസ്, ലാസ്റ്റ് ടൈം ആണ് നീട്ടി വലിച്ച് എഴുതുന്നത്. ഇക്വിലിബ്രിയം ഇക്വേഷൻസിനെ നമ്മൾ ഇനി ഇങ്ങനെ നീട്ടി വലിച്ച് എഴുതില്ല അല്ലെ? എന്താണ് എന്ന് പറയാം. 2 ഡയമെൻഷൻ അനാലിസിസിൽ 2D അനാലിസിസിൽ ഏതൊക്കെയായിരുന്നു ഇക്വിലിബ്രിയം ഇക്വേഷൻസ്? സമ്മേഷൻ ഓഫ് Fx is equal to 0, സെക്കൻഡ് വൺ സമ്മേഷൻ ഓഫ് Fy is equal to 0, തേർഡ് വൺ സമ്മേഷൻ ഓഫ് Mz is equal to 0. ഇതാണ് 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. നിങ്ങൾ പറഞ്ഞേ, ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉപയോഗം എന്താണ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് സമ്മേഷൻ Fx is equal to 0, Fy is equal to 0, Mz is equal to 0 എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. പലർക്കും അറിയണ്ടാവും. ആർക്കെങ്കിലും ഇത് ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാമ്പിൾ, ന്യൂമറിക്കൽ എക്സാമ്പിൾ വെച്ച് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഈ സാധനങ്ങളൊക്കെ ബേസിക്സ് ആണ്. ഓക്കെ, വളരെ ബേസിക്സ് ആണ്. ഈ ബേസ് നിങ്ങളുടെ ഫിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിലേക്കുള്ള എല്ലാ സാധനവും കിട്ടും. സോ ബേസ് ആദ്യം ഫിക്സ് ആക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? നോക്കിയേ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. അതിനു മുമ്പ് ഞാൻ എഴുതുകയാണ്. സമ്മേഷൻ ഓഫ് Fx എന്തിനു യൂസ് ചെയ്യുന്നു? ഹലോ, സമ്മേഷൻ ഓഫ് Fx, Fy, Mz ഇറ്റ് ഈസ് യൂസ് ടു സോൾവ് ഏതാണ്? സമ്മേഷൻ ഓഫ് Fx ഈസ് യൂസ് ടു സോൾവ് ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് ആണ്. നിങ്ങളുടെ മെമ്പറിൽ ഏതെങ്കിലും തരത്തിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഫോഴ്സസ് ഇൻ ദ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 0. കാരണം നമ്മുടെ മെമ്പർ എന്താണെന്ന് അസ്യൂം ചെയ്തത് ഇക്വിലിബ്രിയം ആണെന്നാണ്. സമ്മേഷൻ ഓഫ് Fy എന്തിനു വേണ്ടിയായിരിക്കും? ടു സോൾവ്, പറയൂ, വെർട്ടിക്കൽ റിയാക്ഷൻസ് ആണ്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ സമ്മേഷൻ ഓഫ് Mz എന്തിനാണ്? സമ്മേഷൻ ഓഫ് മൊമെന്റ് ഇൻ ദ Z ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് എന്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ആരുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് സോൾവ് ചെയ്യുന്നത്? സമ്മേഷൻ Fx ഹൊറിസോണ്ടൽ റിയാക്ഷന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. സമ്മേഷൻ Fy ഈസ് ഈക്വൽ ടു 0 വെർട്ടിക്കൽ റിയാക്ഷൻസിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് സമ്മേഷൻ Mz ഈസ് ഈക്വൽ ടു 0? ആരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മൊമെന്റ് ഇൻ ദ Z ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ചെയ്യുന്നത്? പറയൂ. യെസ്, പറയൂ. ഇറ്റ് ഈസ് യൂസ് ടു സോൾവ് വെർട്ടിക്കൽ റിയാക്ഷൻസ് തന്നെയാണ്. വെർട്ടിക്കൽ ആരെങ്കിലും മൊമെന്റ് സോൾവ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ട് ഇപ്പൊ ഇറങ്ങിക്കോളൂ. അല്ല, വെർട്ടിക്കൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സമ്മേഷൻ Fy ഈസ് ഈക്വൽ ടു 0യും സമ്മേഷൻ Mz ഈസ് ഈക്വൽ ടു 0യും സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. യെസ്, കണ്ടോളൂ. എക്സാമ്പിൾ ചെയ്യാം.
നിങ്ങൾക്ക് എന്ത് കൺസെപ്റ്റ് മനസ്സിലാകണമെങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് കൺസെപ്റ്റ് മനസ്സിലാകണമെങ്കിലും ഏത് ഇക്വേഷൻ മനസ്സിലാവണമെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ന്യൂമറിക്കൽ അങ്ങ് ചെയ്തു നോക്കുക. നിങ്ങളെ കയ്യിൽ നിന്നിട്ട് വാല്യൂ ഇട്ട് സാധനം ചെയ്തു നോക്കുക. നോക്കിയേ, നമുക്ക് കയ്യിൽ നിന്നിട്ട് വാല്യൂ ഇട്ട് ഒരു സാധനം ചെയ്തു നോക്കാം. നോക്കിയേ, ഇത് ബീമാകുന്നു. ആ ബീമായില്ലല്ലോ, ഒന്നുകൂടി വരയ്ക്കാം. ഇത് ബീമാണ്, സിംപിളി സപ്പോർട്ട് ബീമാണ്. നമ്മൾ എല്ലാ കൺസെപ്റ്റുകളും മനസ്സിലാകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ സപ്പോർട്ടിനെ എ എന്നും ഈ സപ്പോർട്ടിനെ ബി എന്നും പറയുന്നു. ലെറ്റ്സ് സേ വി ആർ ഹാവിംഗ് എ ലോഡ് ആക്ടിംഗ് ഓൺ ദിസ് മെമ്പർ. യെസ്, ലോഡിന്റെ വാല്യൂ എന്ത് ലോഡാണിത്? ഹലോ, എന്ത് ലോഡാണിത്? വെർട്ടിക്കൽ ലോഡിംഗ് ആണ്. പി ഈസ് ഈക്വൽ ടു എന്ത് പറയാം? 20 കിലോ ന്യൂട്ടൺ എന്ന് പറയാം. ലെറ്റ്സ് സേ ഇത്രയും ലെങ്തിനെ നമ്മൾ എ എന്ന് പറഞ്ഞു. ലെറ്റ്സ് സേ ദാറ്റ് വാല്യൂ ഈസ് 4 മീറ്റർ. ബാക്കിയുള്ള ലെങ്ത് ബി ഈസ് ഈക്വൽ ടു നമുക്ക് 6 മീറ്റർ എന്ന് പറയാം. അതായത് ഈ മെമ്പറിന്റെ മൊത്തം ലെങ്ത് എത്രയാകുന്നു? ഹലോ, 6 4 10 മീറ്റർ. 4ാം ക്ലാസ്സും കുസ്തിയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ലോഡെങ്കിൽ നിങ്ങൾ പറയൂ, ഇവിടെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ആർ ദ വെർട്ടിക്കൽ റിയാക്ഷൻസ് എന്നാണ്. ലോഡിംഗ് വെർട്ടിക്കൽ മാത്രമാണ്. ലോഡിംഗ് വെർട്ടിക്കൽ മാത്രമാണ്. അതുകൊണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ലോഡിംഗ് വെർട്ടിക്കൽ ലോഡിംഗ് ആണ്, അല്ലെങ്കിൽ ലോഡിംഗ് വെർട്ടിക്കൽ നേച്ചർ ആണ്. അതുകൊണ്ട് വെർട്ടിക്കൽ റിയാക്ഷനേ ഉണ്ടാവുള്ളൂ. അതായത് ഇവിടെ വി എ എന്ന് പറയുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഇതിന്റെ മുകളിൽ വി ബി എന്ന് പറയുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റിയാക്ഷൻസ് ഈക്വൽ 2 ആണ്. വീണ്ടും വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം, there is no horizontal reaction. There is no horizontal reaction. അല്ലേ 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 അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം എന്താണ്? വാട്ട് ഈസ് ആ റിയാക്ഷൻ വാല്യൂ വി എ, വാട്ട് ഈസ് എ റിയാക്ഷൻ വാല്യൂ വി ബി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യുക? എന്താണ് 4ാം ക്ലാസ്സിൽ പരിപാടി? എന്താണ് 4ാം ക്ലാസ്സിൽ പണ്ട് നിങ്ങൾ ചെയ്ത പരിപാടി എന്തായിരുന്നു? യെസ്, പറയൂ. ഇങ്ങനെയാണ് വി എ വി ബി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നാട്ടില് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? യെസ്, പറയൂ പറയൂ പറയൂ. പുതിയ പേജ് എടുക്കാം. ആദ്യത്തെ ഇക്വേഷൻ എഴുതും. എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? സമ്മേഷൻ ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ, എന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻ ഈ ഒരു സന്ദർഭത്തിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലയോ? ഒരാവശ്യമില്ല. ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് യൂസ് ചെയ്യുന്ന നിർത്തിക്കോളൂ. There is no need of using summation of fx is equal to 0 because there is no horizontal reaction because the loading is vertical. ലോഡ് വെർട്ടിക്കൽ ആണ്. അപ്പൊ വെർട്ടിക്കൽ റിയാക്ഷനേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന fx യൂസ് ചെയ്യുന്നത്? There is no need of summation fx is equal to 0. നമുക്ക് വേണ്ടത് എന്താണ്? summation of fy is equal to 0 ആണ് ഒന്നാമത്തെ ഇക്വേഷൻ. അതായത് നോക്കിയേ, ഏതൊക്കെയാണ് വെർട്ടിക്കൽ റിയാക്ഷൻസ്? വി എ ഉണ്ട്, വി ബി ഉണ്ട്, പിന്നെ താഴോട്ട് ആക്ട് ചെയ്യുന്ന അല്ലെ വി എ വി ബി മോളേക്കാണ് താഴോട്ട് ആക്ട് ചെയ്യുന്നത് പി ആണ്. സോ വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു 20 കിലോ ന്യൂട്ടൺ എന്ന ഒന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യും, ഉറപ്പല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾ ഏതാ യൂസ് ചെയ്യുക? ഏതെങ്കിലും പോയിന്റിന് അബൌട്ട് ഉള്ള മൊമെന്റ്, സം ഓഫ് ദ മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈക്വൽ ടു 0 ഇൻ ദ എൻറ്റയർ മെമ്പർ ബിക്കോസ് ദ എൻറ്റയർ മെമ്പർ ഈസ് ഇക്വിലിബ്രിയം. ബിക്കോസ് ദ എൻറ്റയർ മെമ്പർ ഈസ് ഇൻ ഇക്വിലിബ്രിയം. ക്ലിയർ അല്ലേ? തൽക്കാലം സമ്മേഷൻ ബി moment about the point b is equal to 0 എന്ന് കൊടുക്കാം. moment about the point b is equal to 0 എന്ന് കൊടുക്കാം. അതാ b എവിടെ? ഇതാണ് b. അതായത് b എന്ന് പറയുന്ന പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് ഇത്. ഇതൊക്കെ അറിയാമേ, 4ാം ക്ലാസ് ആണ്, എന്നാലും പറയാണ്. വി ബി ആക്ട് ചെയ്യുന്നത് b എന്ന് പറയുന്ന സപ്പോർട്ടിന്റെ ആക്സിസിലൂടെയാണ് അല്ലെ? നോക്കിയേ, b എന്ന് പറയുന്ന സപ്പോർട്ട് മാറ്റി വരയ്ക്കാം. ഇതൊക്കെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാണ്. ഇതാണ് b എന്ന് പറയുന്ന സപ്പോർട്ട്. ഈ ബി എന്ന് പറയുന്ന സപ്പോർട്ടിന്റെ ആക്സിസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആ ആക്സിസിലൂടെ ആക്ട് ചെയ്യപ്പെടുന്ന ലോഡ് ആണ് ഇത്, അല്ലെങ്കിൽ റിയാക്ഷൻ ആണ് ഇത് വി ബി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മൊമെന്റ് ഉണ്ടാവുമോ? മൊമെന്റ് ഉണ്ടാകണമെങ്കിൽ ലിവർ ആം ഉണ്ടാകണ്ടേ? ഫോഴ്സും ആ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വേണ്ടേ? ലിവർ ആം ഇല്ല, പിന്നെ എങ്ങനെയാ മൊമെന്റ് ഇല്ല. സോ there is no need of considering VB. ബി എന്ന് പറയുന്ന പോയിന്റിനെ വെച്ച് നോക്കുമ്പോ യെസ്, നമുക്ക് ഇതാ ആര് ആക്ട് ചെയ്യപ്പെടുന്നുണ്ട്? പി എന്ന് പറയുന്ന പോയിന്റ്, ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 6 മീറ്റർ ആണ്, അറിയാലോ. ആൻഡ് വി എന്ന് പറയുന്ന വേറൊരു ഫോഴ്സ് മോളോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 10 മീറ്റർ ആണ്. സോ പറയൂ, മൊമെന്റ് അബൌട്ട് ദ പോയിന്റ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ എങ്ങനെ എഴുതുക? യെസ്, ഇറ്റ് വിൽ ബി. അതൊക്കെ അറിയാവേ, ഒക്കെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആണ്. ഇനി കൂടുതൽ നീട്ടി വരയ്ക്കണ്ടല്ലോ. യെസ്, ഐ ഹോപ്പ് യു നോ ദിസ്. സോ വി എ ഇൻറ്റു 10 മൈനസ് വി എ ഇൻറ്റു 10 എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? മോളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ അബൌട്ട് ബി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാക്കും. അബൌട്ട് ബി വി ബി പി എന്ന് പറയുന്ന ഫോഴ്സ് താഴോട്ടാണ്, അതായത് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഉണ്ടാക്കും. നിങ്ങൾക്കറിയാം. സോ എന്താ വരിക? 20 ഇൻറ്റു 6 ഈസിക്വൽ എന്താ വരിക? 0 ആണ് വരിക അല്ലെ? സോ വി എ ഇൻറ്റു 10 ആൻഡ് 20 ഇൻറ്റു 6 ആണ് വരിക.
ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. ഇവിടെ നിങ്ങൾ എന്താ കണ്ടുപിടിക്കുന്നത്? വി എ ഇസ് ഈക്വൽ ടു 20 into 6 divided by 10 എന്നല്ല എഴുതുക. ഇത് എത്ര വരിക? ദിസ് വിൽ ബി 12 കിലോ ന്യൂട്ടൺ എന്ന് വരും. നോക്കിയേ, ഏതൊക്കെ ഇക്വിലിബ്രിയം ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്തു? ഏതൊക്കെ ഇക്വിലിബ്രിയം ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്തു? വെർട്ടിക്കൽ ലോഡിംഗ് ആണ്, അതുകൊണ്ട് വെർട്ടിക്കൽ റിയാക്ഷനേ ഉള്ളൂ. ആദ്യം നിങ്ങൾ എഴുതിയ ഇക്വേഷൻ സമ്മേഷൻ എഫ് ഐ ഇസിക്കൽ 0. രണ്ടാമത്തെ എഴുതിയ ഇക്വേഷൻ സമ്മേഷൻ മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഇസിക്കൽ 0. അതായത് 3 ഇക്വേഷൻ അവൈലബിൾ ആയിരുന്നു. സമ്മേഷൻ എഫ് എക്സ് ഇസിക്കൽ 0, സമ്മേഷൻ എഫ് വൈ ഇസിക്കൽ 0, സമ്മേഷൻ മൊമെന്റ് അബൌട്ട് എനി പോയിന്റ്, അതായത് നമ്മൾ ഇസഡ് ഇസിക്കൽ 0ല് നിങ്ങൾ ഇപ്പം ഇത് യൂസ് ചെയ്തിട്ടില്ല. 2ഉം 3ഉം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. 2ഉം 3ഉം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ആ 2ഉം 3ഉം ഇക്വേഷൻസ് അല്ലെ, മൂന്നാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്തപ്പോൾ കിട്ടിയ എന്താണ്? ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ. ഇനി എങ്ങനെയാ വി എ? സോ വി എ കിട്ടി കഴിഞ്ഞാൽ വി ബി പറയൂ. ഫ്രം ഇക്വേഷൻ 1 അങ്ങനെയൊക്കെ എഴുതണോ? ഇക്വേഷൻ 1 എന്നൊക്കെ എഴുതണോ? ഇക്വേഷൻ 1 ഇംപ്ലൈസസ് വി ബി ഈക്വൽ ടു എന്തായിരിക്കും? 20 മൈനസ് വി എ ആയിരിക്കും. 20 മൈനസ് വി എ ആയിരിക്കും. അതായത് 20 മൈനസ് വി എ എത്രയാണ് കിട്ടിയത്? 20 മൈനസ് 20 into 6 divided by 10. സോ എത്ര കിട്ടും? 20 മൈനസ് 12 20 മൈനസ് 12 that is equal to 8 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. കുഴപ്പമുണ്ടോ? ഹലോ കിട്ടിയില്ലേ? എല്ലാം കിട്ടിയില്ലേ? അതായത് വി ബി കിട്ടി, വി എ കിട്ടി. നിങ്ങൾ എഫ് വൈ സമ്മേഷൻ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 ചെയ്താലും, സമ്മേഷൻ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 ചെയ്താലും, സമ്മേഷൻ മൊമെന്റ് ഇസ് ഈക്വൽ ടു 0 ചെയ്താലും കിട്ടാൻ പോകുന്നത് എന്താണ്? വെർട്ടിക്കൽ റിയാക്ഷൻസ് ആണ്. കിട്ടാൻ പോകുന്നത് എന്താണ്? വെർട്ടിക്കൽ റിയാക്ഷൻസ് ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സമ്മേഷൻ എഫ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ത് തരുന്നു? വെർട്ടിക്കൽ റിയാക്ഷൻസ് തരുന്നു. സമ്മേഷൻ മൊമെന്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻസും തരുന്ന എന്താണ്? വെർട്ടിക്കൽ റിയാക്ഷൻ ആണ്. അതായത് എവിടെയൊക്കെ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് വേണ്ടി വരും? 2 ഇക്വിലിബ്രിയം ഇക്വേഷൻ വേണ്ടി വരും. വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ the number of equilibrium equations required is 2. Number of equilibrium equations required is 2. ഏതൊക്കെയാണ്? സമ്മേഷൻ എഫ് വൈ ഇസ് ഈക്വൽ ടു 0, സമ്മേഷൻ എം ഇസ് ഈക്വൽ ടു എം ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഇതിൽ കൂടുതൽ വ്യക്തമാക്കി ഇനി ഇതിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ന്യൂമറിക്കൽ കൈന്നിട്ട വാല്യൂ വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ ചെയ്ത് കാണിച്ചു. ക്ലിയർ ആണോ? നോക്കിയേ, ഇവിടെ വേറൊരു ഉടായ്പും കൂടി പറയാണ്. വേറെ ഒരു ചെറിയ ഉടായ്പ് പറയാണ്, നിങ്ങൾക്ക് അറിയാണ്ടാവും. ചെറിയൊരു ഉടായ്പ പറയാണ്. വി ഐ സിക്കൾ എന്താ എഴുതിയത്? 20 into 6 divided by 10 എന്നല്ലേ? അത് മാറ്റി എഴുതുകയാണ്. ഇവിടെ ഒരു മാറ്റി എഴുതാണ്. വേറൊരു സാധനം കാണിച്ചു തരാം. വി എ ഈസ് ഈക്വൽ ടു 20 into 6 divided by 10 എന്നല്ലേ എഴുതിയത്? വി ബി ഈക്വൽ എന്താ എഴുതിയത്? ദാ വി ബി ഹലോ വി ബി ഈസ് ഈക്വൽ ടു 20 മൈനസ് 20 into 6 divided by 10 എന്നല്ലേ? വേറൊരു സാധനം പറയാൻ ഉദ്ദേശിക്കുകയാണ്. 20 മൈനസ് 20 into 6 divided by 10. ഒന്ന് സോൾവ് ചെയ്ത് എന്താ വരിക? 20 കോമൺ ആണ്. യെസ്, 10 അങ്ങോട്ട് മൾട്ടിപ്പിൾ ആവും. 10 മൈനസ് 6 divided by 10 എന്ന് വരും. അതായത് ഇതിനെ മാറ്റി എഴുതാം എങ്ങനെ? 20 into 4 divided by 10 അല്ലേ എഴുതിയത്? നോക്കൂ, എന്താണ് 20? ഹലോ എന്താണ് 20? 20 എന്ന് പറഞ്ഞാൽ പി ആണ്. 20 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പി ആകുന്നു അല്ലെ? പി എന്ന് പറയുന്ന വേരിയബിൾ അല്ലേ? 4 എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്ന വേരിയബിൾ ആണ്. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറയുന്ന വേരിയബിൾ ആണ്. ആൻഡ് 10 എന്ന് പറയുന്നത് എന്താണ്? എൽ എന്ന് പറയുന്ന വേരിയബിൾ ആണ്. അതായത് നോക്കിയേ, നമുക്ക് മാറ്റി എഴുതി കൂടെ എന്തെഴുതാം? 20ക്ക് പകരം പി എന്ന് എഴുതാം. സോ വി എ ഇസിക്കൾ എന്താ വരിക? വി എ ഇസിക്കൾ 20ക്ക് പകരം എന്ത് എഴുതാം? പി എന്ന് എഴുതാം. 6ന് പകരം എന്ത് എഴുതാം? 6 എന്ന് പറയുന്നത് ബി അല്ലേ? യെസ്. എൽ എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത് എന്താണ്? എൽ ആണ്. സോ വി എ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പി ഇൻറ്റു ബി ഇൻറ്റു എൽ ആണ് എഴുതേണ്ടത്. സിമിലർലി വി ബി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്താണ്? 20 എന്ന് പറയുന്നത് ബി ആകുന്നു. സോ ഇവിടെ എഴുതാം വി ബി ഇസിക്വൽ ടു 20 എന്ന് പറയുന്നത് പി ആണ് ഇൻറ്റു 4 എന്ന് പറയുന്നത് എത്രയായിരുന്നു? എ എന്ന് പറയുന്ന വേരിയബിൾ അല്ലേ? 10 എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ എന്ന് പറയുന്ന വേരിയബിൾ അല്ലേ? ഹലോ ഈ ഇക്വേഷൻ ഡയറക്ട്ലി അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഇനി മേലാൽ സമ്മേഷൻ എഫ് ഐ ഇസിക്വൽ ടു 0 എന്നും സമ്മേഷൻ എം ഇസിക്വൽ ടു 0 എന്നും ചെയ്യാൻ നിൽക്കരുത്, സമയം കളയരുത്. സോ ചുരുക്കി ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇഫ് നിങ്ങളുടെ ബീം സിംപിളി സപ്പോർട്ടഡ് ആകുന്നു, ഇത്തരത്തിൽ സിംപിളി സപ്പോർട്ടഡ് ആകുന്നു. വെയിറ്റ്, വരയ്ക്കട്ടെ. എ ബി ലോഡ് എവിടെ? ലോഡ് ഇതാ ഇവിടെയാണ്. എന്താണ് ലോഡിന്റെ പേര്? പി. ഈ ഡിസ്റ്റൻസ് എ, ഈ ഡിസ്റ്റൻസ് ബി. മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ്? എൽ ആണ്. നിങ്ങൾ പറയൂ, വി എ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, നോക്കിയേ, എ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഇപ്പുറത്തെ സാധനമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ വി എ ഇസിക്വൽ എന്തായിരിക്കും? വി എ ഇസിക്വൽ ടു പി ഇൻറ്റു ബി ഡിവൈഡ് ബൈ എന്തായിരിക്കും? എൽ ആയിരിക്കും അല്ലെ? വി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട്
അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കുക. വി ബി ആണെങ്കിലോ നോക്കി, ഇതാണ് വി ബി, ഇതാണ് വി ബി എങ്കിൽ ഈ സൈഡിലെ സാധനം കണ്ടുപിടിക്കണമെങ്കിൽ അപ്പുറത്തെ സൈഡിലെ ഡിസ്റ്റൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ പി ഇൻറ്റു എ ഡിവൈഡ് ബൈ എൽ ആയിരിക്കും. അല്ലേ അല്ലേ അല്ലേ? അതെ. നോക്കിയേ, ഇത് ഇങ്ങനെ ഓർക്കാം, ഇങ്ങനെ ഓർക്കാം. അല്ലെങ്കിൽ ആക്ച്വൽ റീസൺ പറയട്ടെ, ആക്ച്വൽ റീസൺ പറയട്ടെ. പി എന്ന് പറയുന്ന ലോഡ് ഇതാ, പി എന്ന് പറയുന്ന ലോഡ് ലൈൻ ഓഫ് ആക്ഷൻ ഇതല്ലേ, പി എന്ന് പറയുന്ന ലോഡ് ഇതല്ലേ, അത് ഏത് സപ്പോർട്ടിന് അടുത്താണ്, ഏത് സപ്പോർട്ടിന് അടുത്താണ്? ഫിഗറിന് ക്ലിയർ ആണ്. പി എന്ന് പറയുന്ന ലോഡ് എ എന്ന് പറയുന്ന സപ്പോർട്ടിന് അടുത്താണ്. അതുകൊണ്ട് വി എ ആയിരിക്കും മോർ ഏതായിരിക്കും? വി എ ആയിരിക്കും ദാൻ കമ്പയർ ടു ഏതായിരിക്കും? വി ബി അല്ലെ. പി എന്ന് പറയുന്ന ലോഡ് ഏത് സപ്പോർട്ടിന്റെ അടുത്താണ്? ഏത് സപ്പോർട്ടിന്റെ അടുത്താണുള്ളത്? എ എന്ന് പറയുന്ന സപ്പോർട്ടിന്റെ അടുത്തല്ലേ. അപ്പം എ അല്ലേ ആ പി എ കൂടുതൽ റെസിസ്റ്റ് ചെയ്യാം. ബി അങ്ങ് അപ്പുറം ഉള്ളത്, ബി അങ്ങ് വളരെ ദൂരെയാണ്. അതുകൊണ്ട് ബി കൊടുക്കുന്ന റിയാക്ഷൻ കുറവായിരിക്കും. അതായത് വി എ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ് മോർ. അതുകൊണ്ട് നിങ്ങൾ എയും ബിക്കും ഇടയിൽ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി എയില് ബി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കാരണം ബിന്റെ വാല്യൂ കൂടുതലായിരിക്കും. വി എ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അത് കറക്റ്റ് റീസൺ ആണ്. ക്ലിയർ അല്ലേ? കറക്റ്റ് റീസൺ ആണ്. ഈസ് ദാറ്റ് ഓക്കെ? ഈസ് ദാറ്റ് ഓക്കെ? വേറൊരു എക്സാമ്പിൾ പറയട്ടെ, വേറെ എക്സാമ്പിൾ പറയട്ടെ. ഇത് തിരിച്ചു വരച്ചേ. നമ്മൾ എല്ലാ രീതിയിലും ഈ സാധനം കയ്യിൽ ആക്കിയിട്ടേ വിടുള്ളൂ. ക്ലിയർ അല്ലേ? വെയിറ്റ്, ഇതെന്താണ് ബീം വരച്ച് വരാത്ത? ഇതാണ് ബീം, ഇതാണ് സപ്പോർട്ട്, ഇതാണ് എ, ഇതാണ് റോളർ സപ്പോർട്ട് ബി, ഇതാണ് റോളർ സപ്പോർട്ട് ബി. ഇപ്പൊ ഞാൻ ലോഡ് വരച്ചപ്പോ കുറച്ച് ഇങ്ങോട്ടാണ് വരച്ചത്. പി എന്ന് പറയുന്ന ലോഡ് ഏതിനടുത്താണ്? ഹലോ, പി എന്ന് പറയുന്ന ലോഡ് ഏതിനാണ് അടുത്ത്? ബി എന്ന് പറയുന്ന സപ്പോർട്ടിനാണ് അടുത്ത്. ടോട്ടൽ ലെങ്ത് എത്രയാണ്? എൽ ആണ്. നിങ്ങൾ പറഞ്ഞേ വാട്ട് ഈസ് വി എ? സപ്പോർട്ട് റിയാക്ഷൻ വി എ എത്രയായിരിക്കും? സപ്പോർട്ട് റിയാക്ഷൻ വി എ എത്രയായിരിക്കും? അല്ലെ, വി എ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? യെസ്. സോ കുറഞ്ഞ വാല്യൂ ബി എടുക്കുക. ക്ലിയർ അല്ലേ? കാരണം ഇപ്പൊ ലോഡ് ബി എന്ന് പറയുന്ന സപ്പോർട്ടിനാണ് അടുത്ത്. സോ ബി എന്ന് പറയുന്ന റിയാക്ഷൻ ആയിരിക്കും വലുത്. ബി എന്ന് പറയുന്ന റിയാക്ഷൻ വലുത് കിട്ടണമെങ്കിൽ അവിടെ നിങ്ങൾ വലിയ വാല്യൂ, വലിയ ഡിസ്റ്റൻസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ എന്ന് പറയുന്ന റിയാക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ടാണ് ചെറിയ ഡിസ്റ്റൻസ് ബി എടുക്കുന്നത്. ഫിഗറിന് അത് ഒബ്വിയസ് ആണ്. 4ാം ക്ലാസ്സും ഗുസ്തിയാണ്. സോ വി എ ഇസിക്കൽ എന്തായിരിക്കും? പി ഇൻറ്റു വി എ ആണ് കണ്ടുപിടിക്കുന്നത്. സോ അപ്പുറത്തെ ഡിസ്റ്റൻസ് ഇൻറ്റു ബി ഡിവൈഡ് ബൈ എന്തായിരിക്കും? എൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? വി ബി മോർ ആണ് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ഒരു എക്സാമ്പിൾ വരച്ചത്. സോ ഇറ്റ് വിൽ ബി പി ഇൻറ്റു ഇപ്പുറത്തെ അതിന്റെ വലുതെടുക്കുക. വലുത് എയും ബിയും വലുതേതാണ്? എ ആണ്. ഇപ്പം വി ബി ഇസിക്കൽ ടു എൽ ആയിരിക്കും. സംഭവം ക്ലിയർ ആണോ? സംഭവം ക്ലിയർ ആണോ? ഈസ് ദാറ്റ് ഓക്കെ? സോ ഇപ്പം നമ്മൾ മറ്റൊരു ബേസിക്സും കൂടിയാണ് ഈ ഒരു സെഷനിൽ പറഞ്ഞത് അല്ലെ. എവിടെ തുടങ്ങി അറിയോ? എവിടെയോ തുടങ്ങി. യെസ്, 3 ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഉണ്ട്. 2 ഡയമെൻഷൻ അനാലിസിസ്. സമ്മേഷൻ എഫ് എക്സ് ഇസിക്കൽ 0, എഫ് ഐ ഇസിക്കൽ 0, എം ഇസഡ് ഇസിക്കൽ 0. എഫ് എക്സ് ഇസിക്കൽ 0 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റിയാക്ഷൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ്. ബാക്കി 2 ടീം ഏതൊക്കെയാണ്? സമ്മേഷൻ എഫ് എക്സ് ഇസിക്കൽ 0, സമ്മേഷൻ എഫ് വൈ ഇസിക്കൽ 0. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു ചോദിച്ചാൽ ഇനി മേലാൽ മാറ്റി പറയരുത്. സമ്മേഷൻ എവിടെ? യെസ്, സമ്മേഷൻ എന്താണ്? എവിടെ? യെസ്, സമ്മേഷൻ എഫ് വൈ ആൻഡ് സമ്മേഷൻ എം ഇസഡ് ഈസിക്കൽ ടു 0 എന്ന് പറയുന്ന ഈ 2 ഇക്വേഷനും ആരെയാണ് കണ്ടുപിടിച്ച് തരുന്നത്? വെർട്ടിക്കൽ റിയാക്ഷൻസിനെ കണ്ടുപിടിച്ച് തരുന്നു. ക്ലിയർ ആണോ? സംഭവം ക്ലിയർ ആണോ? അതായത് നിങ്ങളുടെ മെമ്പറിൽ വെർട്ടിക്കൽ ലോഡിംഗ് ആണ് വരുന്നതെങ്കിൽ ഇതിനെ തിരിച്ചു പറയാണ്, കണക്ട് ചെയ്യാണ്, ഇതിനെ കണക്ട് ചെയ്യാണ്. നോക്കിയേ, തിരിച്ചു പറയാം. നിങ്ങളുടെ മെമ്പറിൽ ഹലോ, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ മെമ്പർ ഇതാണ് പോയിന്റ് എ, ഇതാണ് പോയിന്റ് ബി. സിമ്പിൾ ആണ്. നിങ്ങളുടെ മെമ്പറിൽ ഇപ്പോൾ ലോഡിംഗ് ഏതാണ്? വെർട്ടിക്കൽ ലോഡിംഗ് ആണ്. പി എന്ന് പറയുന്ന വെർട്ടിക്കൽ ലോഡിംഗ്. സോ റിയാക്ഷൻസ് ഏതൊക്കെ ഉണ്ടാവും? വി എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവും, ഒരു സംശയമില്ല. വി ബി എന്ന് പറയുന്ന റിയാക്ഷൻ ഉണ്ടാവും. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് റിയാക്ഷൻസ്? ആർ ഇസിക്കൽ എത്രയാണ്? 2 ആണ്. നിങ്ങൾ പറഞ്ഞ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എത്രയാണ്? ഈ ഫിഗറിൽ ഇങ്ങനെയാണ് ലോഡിംഗ്, ഇങ്ങനെയാണ് റിയാക്ഷൻസ് എങ്കിൽ ഏതൊക്കെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വേണം? യെസ്, സമ്മേഷൻ എഫ് വൈ ഈസിക്കൽ ടു 0 വേണം, ഉറപ്പല്ലേ? പിന്നെ ഏതുകൂടി വേണം? സമ്മേഷൻ എം ഇസഡ് ഈസിക്കൽ ടു 0 വേണം. സമ്മേഷൻ എഫ് എക്സ് ഈസിക്കൽ ടു 0 ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കാരണം ഇവിടെ ഒറിജിനൽ റിയാക്ഷനേ ഇല്ല. സോ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് റിക്വയർഡ് എത്രയാണ്? 2 അല്ലേ ഉള്ളൂ. സോ എസ് ഇസിക്കൽ എത്ര വരിക? എസ് ഇസിക്കൽ എത്ര വരുന്നു? 2 ആണ് വരുന്നത്. എന്തൊക്കെയാണോ ഉള്ളത് അവരെ സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്താൽ മതി. കണ്ടമാനം വേണ്ടാത്ത ടീമിനെ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താണോ ആവശ്യം അതിനനുസരിച്ച് കൊടുത്താൽ പോരെ. എക്സാമിന് എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. വെറുതെ നാട്ടിൽ കണ്ട സാധനങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണോ റിയാക്ഷൻസ് ഉള്ളത്,
ഏതൊക്കെയാണോ റിയാക്ഷൻസ് ഉള്ളത് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ് മാത്രം കൺസിഡർ ചെയ്യാം. ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻസ് മാത്രമേ ഉള്ളൂ. വെർട്ടിക്കൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും സമ്മേഷൻ Fi = 0 വേണം, സമ്മേഷൻ M = 0 വേണം, സമ്മേഷൻ Fx = 0ന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് S എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ 2 എന്ന് എഴുതിയത്. ക്ലിയർ ആണോ? ഈ ഒരു സെഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്? ചെറിയ ചെറിയ സെഷൻസ് കാണാൻ ഒരു ത്വര ഉണ്ടാവും. 1-2 മണിക്കൂറിന്റെ വീഡിയോ സെഷൻ ഇടാം, ബട്ട് അത് ഒരു അരോചകരമായി തോന്നിയേക്കാം. ക്ലിയർ അല്ലേ? എത്ര നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ചെറിയ ചെറിയ കണ്ടന്റിൽ വലിയ വലിയ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നത്. ഇതിന്റെ പാർട്ട് 3 നിർബന്ധമായിട്ടും കാണണം. സോ പാർട്ട് 1 ബേസിക്സ് പറഞ്ഞു, പാർട്ട് 2 ബേസിക്സ് പറഞ്ഞു. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് കൂടി ഓർത്തിരിക്കുക. VA കണ്ടുപിടിക്കാനും VB കണ്ടുപിടിക്കാനും നമ്മൾ ഡയറക്റ്റ് ഇക്വേഷനും കൂടി പറഞ്ഞു. അത് നമുക്ക് പിന്നെ ആവശ്യമുണ്ടാവും. സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീണ്ടും ഒരു കാര്യം പറയാം. നിങ്ങളെ കൈപ്പടയിൽ സ്വന്തം നിങ്ങൾ തയ്യാറാക്കുന്ന നോട്ട് നിങ്ങൾ എഴുതണം, ഉണ്ടാക്കണം. അതിന് വേറൊരു എഫക്ട് തന്നെയാണ്. ഇതിന്റെ പാർട്ട് 3 വീഡിയോ ആയിട്ട് അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.